ഒരു ഡെക്ക് ഓഫ് കാർഡ്സിന് 52 കാർഡ്സ് ആണ്. ഓക്കെ, എൻ്റെ ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് ഉണ്ട്. എല്ലാം ഡിഫറെൻറ്റ് കാർഡ്സ് ആണ്. ഓക്കെ, കണ്ടല്ലോ, എല്ലാം ഡിഫറെൻറ്റ് കാർഡ്സ് ആണ്. എനിക്ക് 1 മുതൽ 52 വരെ കാർഡ്സ് ഉണ്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ട ഒരു നമ്പർ പറഞ്ഞേ. നമ്പറോ? 1നും 52നും ഇടയിലുള്ള ഇഷ്ടപ്പെട്ട ഒരു നമ്പർ പറഞ്ഞു. 10. ചേഞ്ച് ചെയ്യണോ? വേണ്ട. ചേഞ്ച് ചെയ്യണ്ട, ഉറപ്പല്ലേ? ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഈ കാർഡ് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ജസ്റ്റ് ആ കാർഡ് മാത്രം ഒന്ന് നോക്കുവോ? ഈ കാർഡ് മാത്രം എന്നോട് പറയണ്ട, ആ കാർഡ് മാത്രം ഒന്ന് നോക്കുക. ഓക്കെ, ആ കാർഡ് മനസ്സിലുണ്ടല്ലോ, അതവിടെ വെച്ചോളൂ. ഓക്കെ, എൻ്റെ ഒരു സെറ്റ് ഓഫ് കാർഡ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. റിയ ഞാൻ പറയണത് മാത്രം ഒന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, റിയയുടെ കയ്യിൽ ഒരു ഡെക്ക് ഓഫ് കാർഡ് ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മൾ മറ്റേ റിയ കാർഡുമായിട്ട് നടക്കുവാണ്. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണോട്ട് ആ കാർഡ് മോളിലേക്ക് ഇങ്ങനെ എറിയാണ്. അപ്പൊ അതിങ്ങനെ മോളിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ മൊത്തം റെഡ് കളറും ഒരു സൈഡിൽ മൊത്തം ബ്ലാക്ക് കളറും. റിയ ഒന്ന് സ്നാപ്പ് ചെയ്ത സമയത്ത് ഒരു സെറ്റ് ഓഫ് കളേഴ്സ് താഴത്തേക്ക് വീണു. ഏത് കളറാണ് റിയക്ക് വേണ്ടത്? ഞാൻ സ്നാപ്പ് ചെയ്യണം. ഏത് കളറാണ് താഴത്തേക്ക് വീഴേണ്ടത്? ബ്ലാക്ക് മൊത്തം താഴത്തേക്ക് വീണു. ബാക്കി റെഡ് മൊത്തം ഇങ്ങനെ നിൽക്കുകയാണ്. ആ റെഡ് ഒന്നില്ലെങ്കിൽ ആ റെഡിലായിരിക്കും റിയ സെലക്ട് ചെയ്ത കാർഡുള്ളത്, അല്ലെങ്കിൽ ആ ബ്ലാക്കിലായിരിക്കും. ഐ തിങ്ക് ആ കളർ മാത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇസ് ഇറ്റ് റെഡ്, റൈറ്റ്? ഓക്കെ, റിയ അതിനകത്തുനിന്ന് ആ റിയ സെലക്ട് ചെയ്ത കാർഡില്ലേ, റിയയുടെ മനസ്സിലൊരു കാർഡ് ഉണ്ടല്ലോ, ആ കാർഡ് മാത്രം ഒന്ന് പിക്ക് ചെയ്തെടുക്കുന്നോട്ട് കാണിക്കാം. ഒന്ന് കാണിച്ചേ, പിക്ക് ചെയ്തെടുക്കുന്നോട്ട്. ആ കാർഡ് മാത്രം ഒന്ന് പിക്ക് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ജസ്റ്റ് ഇതിലേക്കൊന്ന് ഇങ്ങനെ എറിയുന്നോട്ട് കാണിക്കാം. ഇതിനകത്തേക്ക് എറിഞ്ഞു. ഓക്കെ അല്ലേ? റിയ സെലക്ട് ചെയ്ത കാർഡ് ഏതായിരുന്നു പിക്ക് ചെയ്തെടുത്തത്? 3 ഓഫ് ഹാർട്സ് അല്ലേ? റിയ ഇതിനകത്തേക്ക് എറിഞ്ഞു. ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ഷഫിൾ ചെയ്യണം. ദാറ്റ്സ് ഓൺലി 3 ഓഫ് ഹാർട്സ് മാത്രം എഴുതിയിരിക്കുന്നു. That's 3 of hearts.